5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. കോട്ടയം മീനച്ചലാർ കരകവിഞ്ഞൊഴുകി. പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാം അണക്കെട്ട് തുറന്നു. വയനാട്ടിലെ മുത്തങ്ങ, കല്ലൂർ പുഴ, അതുപോലെ തന്നെ ഭാരതപ്പുഴ, ആലുവ പുഴ, പെരിയാർ, ഇങ്ങനെ തുടങ്ങിയ നദികളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുകയും വലിയ വെള്ളപ്പൊക്കം എന്ന് പറയാൻ കഴിയില്ല, വലിയ വെള്ളത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതേസമയം ചെറുപുഴ, ചാലിയാർ, ഇരുവഞ്ഞിപ്പുഴ തുടങ്ങിയ ധാരാളം പുഴകൾ വലിയ തോതിലാണ് മഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. മണ്ണൊലിപ്പ് തുടങ്ങിയിട്ടുണ്ട്. വയനാടിൽ ഉരുൾപൊട്ടലായിട്ടില്ല എങ്കിൽ പോലും മണ്ണിടിച്ചിലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ്. അപ്പോഴും ഒരു വളരെ പ്രധാനപ്പെട്ട അക്കാഡമിക് ആയിട്ടുള്ളൊരു കാര്യം മലയാളി പഠിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഗവേഷകരും IMD-ക്കാരും അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഇരിക്കുന്നവരും എല്ലാവരും പഠിക്കേണ്ടുന്നൊരു വിഷയമുണ്ട്. നമുക്ക് കഴിഞ്ഞ ജൂൺ 1 മുതൽ 26 വരെ എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ കിട്ടേണ്ടുന്ന മഴയുടെ ശതമാന കണക്കെടുത്താൽ കേരളത്തിൽ ആണെങ്കിൽ 4% മഴ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. നോക്കൂ, 4% മഴ കുറച്ച് കിട്ടിയ കേരളത്തിൽ ഓരോ ജില്ല എടുത്തു കഴിഞ്ഞാൽ തന്നെ ആലപ്പുഴയിൽ ഒരു 2% കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ 12%, അതേസമയം എറണാകുളത്ത് 4% കുറഞ്ഞു. ഇടുക്കിയിൽ 14%മാണ് ഇപ്രാവശ്യം കുറഞ്ഞിരിക്കുന്നത് ഈ 26 ദിവസത്തെ കണക്കെടുക്കുമ്പോൾ. കൊല്ലത്ത് 2%, കോട്ടയത്ത് 7%, കോഴിക്കോട് 14% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറത്ത് 9% കുറഞ്ഞു. പാലക്കാട് ഒരു 18% കൂടുതൽ കിട്ടി. 10% പത്തനംതിട്ടയിൽ തിരുവനന്തപുരത്ത് ഒരു 10% കുറവാണ്. പത്തനംതിട്ടയിൽ 12% കൂടുതൽ കിട്ടി. തൃശ്ശൂരിൽ ഒരു 10%, വയനാട് 34% കുറഞ്ഞു. ഞാനിത് പറയുന്നത് നോർമലായി കിട്ടേണ്ടുന്ന മഴയേക്കാൾ കൂടുതൽ മഴ കിട്ടാതിരുന്നിട്ടും നമുക്ക് വെള്ളക്കെട്ടുണ്ടാവുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, പ്രളയത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം മെയ് മാസം 24-ാം തീയതി കഴിഞ്ഞ 19 വർഷങ്ങൾക്ക് പിറകിലോട്ടെടുത്താൽ 19-20 വർഷത്തെ കണക്കെടുത്താൽ ആ വർഷങ്ങൾക്കിപ്പുറം 2025 മെയ് മാസം 24-ാം തീയതി നമുക്ക് മൺസൂൺ വന്നു. ആ 10 ദിവസത്തെ മഴ ഇവിടെ ഉണ്ട്. ആ മഴ പെയ്ത് കുറേ ജലാശയങ്ങളും നദികളും തോടുകളും ഒക്കെ കുറേയൊക്കെ നിറഞ്ഞു നിന്നപ്പോഴാണ് വീണ്ടും പുതിയ മഴ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 32,000 ഘന-കിലോമീറ്റർ പ്രദേശത്തെ മഴവെള്ളം ഉൾക്കൊള്ളും. നമ്മൾ വ്യാപകമായി കാട് നശിപ്പിച്ചിട്ടുണ്ട്. അതും മഴയുടെ ആഘാതം കൂട്ടിയിട്ടുണ്ട്. പുതിയ മേഘങ്ങൾ രൂപപ്പെടുന്നതിന് അവസ്ഥ വന്നിട്ടുണ്ട്. കാട്ടിൽ പെയ്യുന്ന മഴ അതിശക്തമായി കുത്തിയൊലിച്ച് താഴേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മഴയുമായി ബന്ധപ്പെടുത്തിയ നമ്മുടെ ഭൂവിനിയോഗത്തിൽ വന്നുപോയ മാറ്റം. അതുപോലെ തന്നെയാണ് മഴയുടെ ദിനങ്ങളിൽ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു, മഴയുടെ മണിക്കൂറിൽ വ്യത്യാസം വരുന്നു, മഴയുടെ പ്രദേശങ്ങളിൽ വ്യത്യാസം വരുന്നു, സ്ഥലകാല വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ. അപ്പോൾ കഴിഞ്ഞ മെയ് മാസം 24 മുതൽ 10 ദിവസം 30-ാം തീയതി വരെ പെയ്ത മഴയും 6-7 ദിവസം പെയ്ത മഴയും പിന്നെ ഇപ്പോൾ പെയ്യുന്ന മഴയും കൂടെ ചേരുമ്പോഴാണ് വലിയ മഴയിലേക്ക് പോയിരിക്കുന്നു. നിരവധി ജില്ലകൾ ഇന്ന് അവധിയാണ്. അതേസമയം സ്കൂളുകളും കോളേജിലും ഒക്കെ അടച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട നദികളെല്ലാം കരകഴിഞ്ഞ് ഒഴുകുകയാണ്. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നിലയിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് ഓരോ ജില്ലകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കാടിൻ്റെ കഥ പറഞ്ഞു. 10 സെൻറ്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളത്തിൽ ഉൾക്കൊള്ളുന്നത് നമ്മുടെ വയലുകൾ 8 ലക്ഷം ഹെക്ടറിൽ നിന്ന് 1,1,4 ലക്ഷം ഹെക്ടറിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ വാട്ടർ കിടക്കുവാനുള്ള, വെള്ളം കിടക്കാനുള്ള ബഫർ സോണുകളെല്ലാം ഇല്ലാതാക്കി. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ കാവുകൾ നശിപ്പിച്ചു, കുളങ്ങൾ നശിപ്പിച്ചു, നദികൾ നശിപ്പിച്ചു. വ്യാപകമായി നദികൾ നമ്മൾ കയ്യേറി, വ്യാപകമായി മലിനപ്പെടുത്തി. നദികളുടെ നീളവും വീതിയും എല്ലാം നമ്മൾ കുറച്ചു. വലിയ തോതിലാണ് നദികളൊക്കെ നാം കയ്യേറി, തോടുകളൊക്കെ നശിപ്പിച്ചു. ആയിരക്കണക്കിന് തോടുകൾ ചേരുന്നതാണ് ഒരു നദി. 1-ാം നിര, 2-ാം നിര, 3-ാം നിര, 4-ാം നിര എന്നൊക്കെ പറഞ്ഞ് നിരവധി ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, 6th ഓർഡർ, 7th ഓർഡർ എന്നൊക്കെ പറഞ്ഞ നിരവധി നിരകളിലൂടെ വെള്ളം ഒഴുകി വന്നിട്ടാണ് ഒരു പുഴ, നദി ഉണ്ടാകുന്നത്. അതിൻ്റെ ശിഖരങ്ങളായിട്ടുള്ള ഈ ഓരോ നിരകളിലെയും തോടുകൾ അല്ലെങ്കിൽ ചെറുചാലുകൾ, ചെറുനീരൊഴുക്കുകൾ എല്ലാം നാം നികത്തുകയോ കൈയേറുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വ്യാപകമായി നമ്മൾ നോക്കുന്ന രീതിയിൽ കൃത്യമായി ഇവിടെ വരുന്ന വെള്ളത്തിന് നിൽക്കാനോ, അതിൻ്റെ ബഫർ സോണിൽ നിൽക്കാനോ, ഫ്ലഡ് പ്ലെയിനിൽ വെള്ളം കിടക്കാനോ റൂം ഫോർ റിവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആൾറെഡി ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിലും, ഉണ്ടാക്കുന്നതിനാ പേരിട്ടെങ്കിലും ആൾറെഡി പ്രകൃതി തന്നെ ഒരു റൂം ഫോർ റിവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ കയറി കിടക്കേണ്ട വെള്ളം, കയറി കിടക്കേണ്ട സ്ഥലമെല്ലാം നമ്മൾ കയ്യേറിയിട്ടുണ്ട്. ഡാമിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലം, ബഫർ സോണുകളിൽ പോലും കെട്ടിടം നിർമ്മിക്കണമെന്നാണ് നമ്മുടെ ഡിമാൻഡ്.
ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഏതൊരു യോഗം ജലവകുപ്പിൽ നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ പിന്നെ ആളുകളുടെ അഭിപ്രായം വിളിക്കാനാണ് വിളിച്ചത്. അപ്പോൾ വിളിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഗവൺമെന്റിന്റെ അഭിപ്രായം ആദ്യം പറയൂ, അതിനുശേഷം നമുക്ക് നാട്ടുകാരുടെ അഭിപ്രായം പറയാമെന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞ് ആ യോഗം പിരിഞ്ഞു. വീണ്ടും യോഗം വെച്ചിരിക്കുകയാണ്. പക്ഷേ ഗവൺമെന്റിന്റെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ യോഗമൊക്കെ നടത്തി ബഫർ സോണിൽ കുറേ പേർ കെട്ടിടം വെച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിന് ഒരു സാധൂകരണം കൊടുക്കുക, പുതിയ കെട്ടിടങ്ങൾ വയ്ക്കാൻ സാധ്യത കൊടുക്കുക. ഇതെല്ലാം പുതിയ പ്രതിസന്ധികൾ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായും ചെയ്തു പോയതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം, അതൊരു വേറൊരു വിലയിരുത്തലാണ്. പക്ഷേ ഇനി പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലൂറ്റലിൻ്റെ അശാസ്ത്രീയത, കാട് വെട്ടുന്നതിൻ്റെ കഥ, കാവുകൾ നശിപ്പിക്കുന്ന കഥ, പുഴകളും കുളങ്ങളും നദികളും നശിപ്പിക്കുന്നതിൻ്റെ കഥ, അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ ജലം കരുതുവാനുള്ള അവസ്ഥ മാറുന്ന കഥ തുടങ്ങി വലിയ തോതിലാണ് മഴ വരുന്നത്. പെയ്തൊഴിയുന്ന മഴയെ കൈകാര്യം ചെയ്യുവാൻ ഉള്ള ത്രാണി അല്ലെങ്കിൽ ആ ഒരു ശക്തി മണ്ണിനും വനത്തിനും പുഴകൾക്കും നദികൾക്കും നമ്മുടെ സംവിധാനങ്ങൾക്ക്, പ്രകൃതിദത്ത സംവിധാനങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു. അത് കുറേയൊക്കെ നമ്മൾ ഇല്ലാതാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ മഴ പോലും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിലാകെ മഴയുടെ അളവ് കുറഞ്ഞിട്ടും 26 ദിവസത്തെ മഴ കണക്കാക്കുമ്പോൾ മഴയുടെ അളവ് കുറഞ്ഞിട്ടും പ്രളയത്തിൻ്റെ വക്കിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ എവിടെയാണ് കേരളമെന്ന ഭൂമിശാസ്ത്രത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഓരോ മലയാളിയും വിലയിരുത്തണം. ഇവിടെ നമ്മുടെ ഭരണവ്യവസ്ഥയിലുള്ളവരും അതുപോലെ തന്നെ ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരുമെല്ലാം പുതിയ പഠന മേഖലകൾ കണ്ടെത്തേണ്ടുന്ന കാലം അതിക്രമിച്ചു.